ശ്രീ കെ ഗണേഷ്, ഇവിടെ മുകുന്ദപുരം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ കൊടുങ്കോട്ടയാണ് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ഒരിക്കൽ മാത്രമാണ് അവിടെ കോൺഗ്രസ് തോറ്റത്. അവിടെ ചില്ലറ വോട്ടുകൾക്കല്ല പത്മജ തോറ്റത്, 1,00,000-ലധികം വോട്ടുകൾക്ക് തോറ്റു. അതിനുശേഷം തോറ്റു. അങ്ങനെ ജനങ്ങളുമായി അപ്പോൾ പത്മജ പറയും ആരോ കാലുവാരി, 1,00,000 വോട്ടുകൾ കാലുവാരാൻ പറ്റുമോ? അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ തോറ്റ 900 ചില്ലുവാനം വോട്ടാണ്, അത്രയും വോട്ട് കാലുവാരാൻ പറ്റുമോ? ജനങ്ങളുമായി ബന്ധമില്ലാത്തതാണ്. ഇപ്പം ജനങ്ങളുമായി ബന്ധമില്ലാത്ത ഒരു നേതാവിനെ, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകൾ എന്നൊരു അഡ്രസ്, എന്നൊരു ടാഗ് ലൈൻ ഉള്ളത് കൊണ്ട് മാത്രം BJPക്ക് എന്ത് പ്രയോജനം കേരളത്തിൽ കിട്ടുമെന്നാണ് ഗണേഷ്? അങ്ങനെ ജനങ്ങളുമായി ബന്ധമില്ലാത്ത ആളായതുകൊണ്ടായിരുന്നോ KPCCയുടെ ജനറൽ സെക്രട്ടറി ആക്കിയത്, രാഷ്ട്രീയ കാര്യകാരി സമിതിയിലേക്ക് അവരെടുത്തത്? അല്ല, കരുണാകരന്റെ മകളായതുകൊണ്ടാണ് അവർക്ക് തൃശ്ശൂർ പോലെയുള്ള സീറ്റ് മത്സരിക്കാൻ കൊടുത്തത്. എങ്ങനെ? അല്ല, കരുണാകരന്റെ മകളായതുകൊണ്ടാണ്. എങ്ങനെ ഹാഷ്മിക്ക്? അല്ല, കരുണാകരന്റെ മകളായതുകൊണ്ടാണോ അവർ ഇത്രകാലം അവർക്ക് ഒരു പ്രവർത്തന പാരമ്പര്യവും ഇല്ലേ? അവരുടെ പ്രവർത്തന പാരമ്പര്യത്തെ എന്താ ഇവർ നോക്കി കാണാത്തത്? ഈ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾക്കും എങ്ങനെ അത് കരുണാകരന്റെ മകൾ എന്ന പാരമ്പര്യമാണ് കാശ്മീർ, അത് കരുണാകരന്റെ മകൾ എന്ന പാരമ്പര്യമാണെന്ന് പറയുന്നത്. മകൾ എന്ന പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലും അല്ല, ഞാൻ പറഞ്ഞല്ലോ, കരുണാകരന്റെ മകൾ എന്ന പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അങ്ങനെ എല്ലാ കാലഘട്ടത്തിലും ആ മകളുടെ അച്ഛന്റെ മകളായതുകൊണ്ട് അവർക്ക് ചുമതലകൾ കൊടുത്തുകൊണ്ടിരുന്നതല്ലല്ലോ. അവർക്ക് ചുമതലകൾ കിട്ടിയിട്ടുണ്ട്. അവർ ഈ സമൂഹത്തിനിടയിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിലും ഒക്കെ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്ക് വോട്ടും ലഭിച്ചിട്ടുണ്ട്. അവർ തന്നെ പറഞ്ഞല്ലോ, അവരെ കോൺഗ്രസ് നേതാക്കന്മാർ കാലുവാരിയതാണ്, ആ കാലുവാരിയ നേതാക്കന്മാർക്ക് അവർ ചുമതലകൾ കൊടുത്തതാണെന്ന്. പക്ഷെ അതൊന്നുമല്ല കാരണം ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കന്മാർക്കും പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരുടെ പാർട്ടി പ്രവർത്തകന്മാർക്കും ഒക്കെ അവർക്ക് അവരുടെ പാർട്ടികളിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് നരേന്ദ്രമോദി ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളിലും അത്തരം BJPയുടെ വികസന കാഴ്ചപ്പാടുകളിലും വലിയ മാറ്റം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. കേരളം അതിനൊരു അപവാദമായിട്ടുള്ള തുരുത്തായിട്ട് നിൽക്കുകയായിരുന്നു. ആ കേരളത്തിലും വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. കാരണം കേരളത്തിൽ പോലും അത്തരം മാറ്റങ്ങൾ അവർക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നു. ആ അനുഭവിച്ചറിയാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാ പാർട്ടികളിൽ നിന്നും, അത് ഞാൻ പറഞ്ഞല്ലോ, സംസ്ഥാന തലത്തിലുള്ള ആളുകൾ മാത്രമല്ല, അതുകൊണ്ടാണ് ഇത്തരം ആളുകൾക്ക്, ഇത്തരം പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് ഇത്തരം പ്രതീക്ഷ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾ അതിനൊരു പ്രോഗ്രാമായിട്ട് തന്നെ ഞങ്ങൾ സ്വീകരിച്ചത്. ഞങ്ങളത് ബൂത്ത് തലത്തിൽ അത്തരം ആളുകളെ സ്വീകരിക്കുന്നുണ്ട്, മണ്ഡലം തലത്തിൽ സ്വീകരിക്കുന്നുണ്ട്, പഞ്ചായത്ത് തലത്തിൽ സ്വീകരിക്കുന്നുണ്ട്, സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ അത്തരം പ്രവർത്തനങ്ങളെ ഇനിയും നേതാക്കൾ വരും. അതുകൊണ്ടുകൂടിയാണ് സ്ഥാനാർത്ഥി പട്ടിക ഒഴിച്ചിട്ടിരിക്കുന്നത് എന്നൊരു നേതാവ് എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്ന ഭിക്ഷാന്തേഹികളെ നോക്കി കാത്തിരിക്കുകയാണോ നിങ്ങളുടെ പാർട്ടി? നിങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തനം തുടങ്ങി നാൾ കുറേ ആയില്ലേ, ഇവിടെ സീറ്റൊന്നും കിട്ടുന്നില്ലെങ്കിലും. ഗണേഷ്, നിങ്ങളുടെ പാർട്ടിയിൽ കൊള്ളാവുന്ന നേതാക്കളൊന്നും ഇല്ല എന്നൊരു കുറ്റസമ്മതം കൂടിയാണോ അത്? അല്ല, അങ്ങനെ എന്തിനാ കരുതുന്നത്? അങ്ങനെ കരുതേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ കരുതേണ്ട ആവശ്യം ഒരിക്കലുമില്ല. കാരണം ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങൾ ആദ്യമേ പറയുന്നു, നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടുകളിൽ വിശ്വസിക്കുന്ന ആർക്കും ഞങ്ങളുടെ പാർട്ടിയിൽ വന്നു ചേരാം. ആ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും JP നഡ്ഡയുടെയും നേതൃത്വത്തിൽ, കേരളത്തിലാണെങ്കിൽ K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തെ അംഗീകരിക്കുവാൻ പറ്റുന്ന ആർക്കും ഈ പാർട്ടിയിൽ ജോയിൻ ചെയ്യാം, ആർക്കും ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാം. അവർക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും ഈ പാർട്ടിയിലുണ്ട്, പ്രവർത്തിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഈ പാർട്ടിയിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇത്തരം കാഴ്ചപ്പാടുകൾ, വികസന കാഴ്ചപ്പാടുകളിൽ ആളുകളിൽ വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ അനിൽകുമാർ പറയുന്നു BJPയെ ഒറ്റപ്പെടുത്തി നിർത്തേണ്ട കാഴ്ചപ്പാടുകൾ നിങ്ങൾ എല്ലാ കാലഘട്ടത്തിലും വെച്ചു പുലർത്തിയിരുന്നു. അതിനെയൊക്കെ തച്ചുടച്ചുകൊണ്ടാണ് സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ മുതൽ വലിയ ആളുകളായിട്ടുള്ള, വലിയ തരത്തിൽ സംസ്ഥാന തലത്തിലും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആളുകൾ, പത്മജ വേണുഗോപാലിനെ പോലെയുള്ള ആളുകളൊക്കെ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത്. അതിൻ്റെ മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒഴിച്ചിടുന്നതല്ലല്ലോ ഒരു സീറ്റുകളൊന്നും. അത് പാർട്ടിയുടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവിടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും. അത് ഇപ്പോൾ പത്മജ വേണുഗോപാൽ തന്നെ പറഞ്ഞല്ലോ, ഞാൻ സ്ഥാനാർത്ഥിയാവാൻ മാത്രം വന്നതല്ല എന്ന് ഞാൻ ഈ പാർട്ടിയെക്കുറിച്ച് മനസ്സിലാക്കുന്നു. ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാനൊരു പുതിയ പ്രവർത്തകയാണ്, അതുകൊണ്ട് ഈ പാർട്ടിയെ മനസ്സിലാക്കി കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്ന് പത്മജ വേണുഗോപാൽ തന്നെ പറഞ്ഞത് അതുകൊണ്ടാണ്. അല്ലാതെ ആർക്കും ഒഴിച്ചിട്ട് ആരെയും ഒഴിച്ചിട്ടുകൊണ്ട് അവരെ മത്സരിപ്പിക്കുവാൻ വേണ്ടി ഒഴിച്ചിടുന്നതല്ല. കാരണം പാർട്ടിയിൽ നിങ്ങൾ നോക്കൂ, പ്രധാനപ്പെട്ട സീറ്റുകളിൽ ആരാണ് മത്സരിക്കുന്നത്? പ്രധാനപ്പെട്ട സീറ്റുകളിൽ മത്സരിക്കുന്നത് ആരൊക്കെയാണ്? BJPയുടെ പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളല്ലേ ഈ BJPക്ക് വേണ്ടി ആദ്യഘട്ട പട്ടികയിൽ മത്സരിക്കുന്നത്. അവരെത്ര ശക്തമായിട്ട് മത്സരിക്കുന്നു. പുതുമുഖങ്ങൾ മത്സരിക്കുന്നു, വനിതകൾ മത്സരിക്കുന്നു. അപ്പോൾ എല്ലാ തരത്തിലുള്ള ആളുകളെയും ഞങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്.
ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുന്നു. നിങ്ങൾ നോക്കിക്കോളൂ, ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചരിത്രപരമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും. BJP-യെ സംബന്ധിച്ചും ഈ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചും തന്നെ വലിയ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും വരാൻ പോകുന്ന പാർലമെന്റ് ഇലക്ഷൻ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. മറ്റൊരു കാര്യം നിങ്ങളൊന്ന് ആലോചിക്കൂ, പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ ഊത്തന്മാരുടെ വ്യാജ പ്രസിഡന്റ് ഇന്ന് അവരെ തന്തയ്ക്ക് വിളിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ വേറെ ഞാൻ അല്ലെങ്കിൽ മറ്റൊരു BJP-കാരനോ ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിനെ തന്തയ്ക്ക് പിറക്കാത്ത മകൾ എന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്തൊക്കെ ചർച്ചകളായിരിക്കും. ഇന്നത്തെ ആഷ്മിയുടെ ചർച്ചയുടെ പോയിന്റ് തന്നെ അതാവുമായിരുന്നു. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു BJP-യിലേക്ക് പോയത് കൊണ്ട് അവരുടെ തന്തയ്ക്ക് പിറക്കാത്ത മകൾ എന്ന് വിളിച്ച സമയത്ത് ആർക്കും പ്രശ്നമില്ല, ചർച്ച ചെയ്യുന്നില്ല. കാരണം ഇത്രയും നികൃഷ്ടമായിട്ട് വഴിയിൽ തടയുമെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ ഊത്തന്മാരുടെ വ്യാജ പ്രസിഡന്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്ന് വൈകുന്നേരം മുതൽ BJP-യുടെ അംഗത്വം എടുത്തിരിക്കുകയാണ്. നാളെ പത്മജ വേണുഗോപാൽ തിരുവനന്തപുരത്തിലേക്ക് വരുന്നുണ്ട്. എന്താ തടയാൻ ധൈര്യമുണ്ട് എങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് വന്നോ, ഞങ്ങളുണ്ട് അവിടെ. പത്മജ വേണുഗോപാൽ ഞങ്ങളുടെ ഇന്നലെ വരെ അവർ നിങ്ങളുടെ കൂടെ ആയിരിക്കും. നിങ്ങൾക്ക് തന്ത എന്ന് വിളിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മൈ ഡിയർ എന്ന് KPCC പ്രസിഡന്റ് വിളിച്ചു കളിക്കാം. BJP-യിൽ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ അത് ഞങ്ങളാണ് അവരുടെ എല്ലാ തരത്തിലും കൊടുക്കുക. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ എങ്ങനെ അല്ല കോൺഗ്രസിലാണ് തന്തയ്ക്ക് വിളിക്കാവോ? അശ്വി അല്ല കോൺഗ്രസിലാണ് തന്തയ്ക്ക് വിളിക്കാവോ? അല്ല, കോൺഗ്രസ്സുകാർ അങ്ങനെയാണല്ലോ പരസ്പരം തന്തയ്ക്ക് വിളിച്ച് കളിക്കുന്നത്. നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പരസ്പരം KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ എന്താ വിളിക്കുന്നതെന്ന് നമ്മൾ കണ്ടല്ലോ. എനിക്ക് ഇടവേളയ്ക്ക് പോകണം. ഞാൻ ശാൽകുമാറിലേക്ക് എത്തും. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അത് ഈ ബയോളജിക്കൽ രീതിയിൽ പറയുന്നതല്ല, രാഷ്ട്രീയമായി പറയുന്നതാണ്. ഇനി രാഷ്ട്രീയമായി പറഞ്ഞതാണെങ്കിലും അത് തെറ്റായ പ്രയോഗം തർക്കം കരുതില്ല. നാളെ അങ്ങോട്ട് വരാം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലോട് എനിക്ക് പറയാനുള്ളത്. ശരി, ഞാൻ തിരികെ എത്താം ശാൽകുമാറിലേക്കാണ് ഇടവേളയ്ക്ക് ശേഷം.